ഡൽഹിയിൽ ഒക്ടോബർ 5 വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂഡൽഹി, സെൻട്രൽ നോർത്ത് പോലീസ് ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് പോലീസിന്റെ ഈ നീക്കം. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, എന്താണ് ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട്? എന്ത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് ബാലു? ഡൽഹിയിൽ ഒക്ടോബർ 5 വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ ഇപ്പോൾ ഉത്തരവാക്കിയിരിക്കുന്നത്. ഈ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഡൽഹിയിൽ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ സാമുദായിക അന്തരീക്ഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. നിർദ്ദിഷ്ട വഖഫ് ഭേദഗതി ബില്ല്, സദർ ബസാർ മേഖലയിലെ ഷാഹി ഈദ്ഗാഹ് വിഷയം, ഹരിയാന, ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ തുടങ്ങിയവയാണ് ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ കൈമാറിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നതെന്നാണ് സൂചന. ഇതിനു പുറമെ ഡൽഹിയിലെ MCD സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിവിധ ഏജൻസികൾ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഈ അടുത്ത 6 ദിവസത്തേക്ക് ഡൽഹിയിൽ ഈ കൂട്ടം കൂടുന്നത്, അതായത് 5 5-ലധികം പേരോ കൂട്ടം കൂടുന്നത് തടഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട്, ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയുടെ 163-ാം വകുപ്പ് പ്രകാരമാണ് ഈ നിരോധനാജ്ഞ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇത് ലംഘിച്ചാൽ ഭാരതീയ ന്യായ സംഹിതയുടെ 223-ാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഇന്നലെ രാത്രി ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഡൽഹി അതിർത്തിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സോനം വാങ്ചുക്കും ഏതാണ്ട് 120ഓളം പേരും ഗാന്ധി സ്മൃതിയിലേക്ക് മാർച്ച് നടത്തുന്നതിനിടയിലാണ് അവരെ സിംഗു അതിർത്തിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ നിരോധനാജ്ഞ കർശനമായി നടപ്പാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ തീരുമാനം. ശരി ബാലു.